വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എങ്ങോട്ടാന്നല്ലേ, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ വീട് കാസർഗോഡ് കയ്യാറാണ് വരുന്നത്. പഴയങ്ങാട് എത്തിയപ്പോൾ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്, നല്ല ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ട്. പിന്നെ ഇന്നുമോളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനും കുറച്ച് ലേറ്റ് ആയി. ട്രാവലിംഗ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ എൻ്റെ മോൾക്ക്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്നുമോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് ഉൾവഴിയിലൂടെ കേട്ടോ പോയത്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല വ്യൂ ആണെങ്കിലും റമിക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാ ഈ ബ്ലോക്കിലൊക്കെ കൂടി. പക്ഷെ ഇന്നുമോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി. അങ്ങനെ ഒടുവിൽ നമ്മളിതാ പഴങ്ങാടി എത്തിയിട്ട് പഴങ്ങാടി MRL കയറിയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് അപ്പ്. ഇഫ്താർ ആയതുകൊണ്ട് തന്നെ MRL ഭയങ്കര വൈബായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസും വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇന്നുമോൾക്കൊരു ഡ്രീം കേക്ക് പോലത്തെ ഒരു കേക്ക് വാങ്ങി കേട്ടോ പാർസലായി. പിന്നെ അവിടെ മട്ടൻ ഹലീമും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഹലീമ് കഴിച്ചിട്ടില്ല, ഒരു ദിവസം എന്താ. അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ വാഷ്റൂമിലേക്ക് പോയി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇന്നുമോൾ എന്താ ഇങ്ങനെ വീട്ടിലിരുന്ന ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരും. എന്റെ മോൾക്ക് നല്ല ഡ്രസ്സ് ചെയ്യാനും തീരെ ഇഷ്ടമല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സൊന്നും ഇടാനൊന്നും ഇഷ്ടമല്ല. അവള് വീട്ടിൽ നിന്ന് ഇടുന്ന ഈ ടീഷർട്ട് മാത്രമേ ഇടൂ. ഭയങ്കര വാശിയാണ്. ഞാൻ കുറെ ട്രൈ ചെയ്യും, പിന്നെ അവളെ കരയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. അവള് ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെ പപ്പാനെയും കൂട്ടിയിട്ട് നേരെ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. എന്താ വാങ്ങിയേ? ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നോമ്പ് വണ്ടിയിൽ നിന്ന് പകുതിയിൽ നിന്ന് തന്നെ തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ടാ. അങ്ങനെ നമ്മൾ കണ്ണൂർ MRന്ന് ജ്യൂസും ഈത്തപ്പഴവും വെള്ളമൊക്കെ വാങ്ങി. അല്ല റമിക്ക, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഒരാൾക്ക് നേരത്തെ തന്നെ നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞേ. അയാളാണ് ഞാൻ. എന്താ വേണ്ടേ ഇന്നോനെ? ഏത് ജ്യൂസാ വേണ്ടേ? കുടിച്ചു. മെല്ലെ പോടാ, എന്റെ മോക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. ചാരി ഇരുന്നിട്ട് കുടിച്ചോ. അറിയാണ്ട് വാങ്ങി അതോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പാവം എല്ലാം വേണ്ടാന്നിട്ട് മടക്കിയതാ. എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിയത്. അത് ഇന്ന് ഫുള്ളായിക്കണ്ട, നാളെ തിന്നാം. അത് ഏതാ അവിടെ കാണിച്ചു തരും, എനിക്ക് എന്നെ കാണിച്ചു തരുന്നു. ഏതാ ഇന്നൊക്കെ കപ്പ കാണിച്ചു തരണം, അത് ഏതാണ് കേട്ടാ. ജ്യൂസ് ഇഷ്ടം ഇന്നൊക്കെ അല്ല, നമുക്ക് ഇഷ്ടമല്ല. അത് ഇനി ഓരോ ദിവസം കാണിച്ചു നോക്കി, ഓരോ ദിവസം കാണിച്ചു നോക്കി. ഹലോ പാണ്ട, അതെന്നാ ഹലോ പാണ്ട വേറെയാ? സ്ട്രോബെറി ഫ്ലേവറാ? പിന്നെ പോക്കി, ഓ പിന്നെ മാഷ്മല്ലോ, പിന്നെ പോക്കിരി. പോക്കിരി രാജ കവറിലിട്ട് വെച്ചു. വെരി ഗുഡ്. ചാരിയാണോ കണ്ടുകൊണ്ടാണ് ഇവിടേക്ക് പോകുന്നത്. ടൈം ആയപ്പോ ഞങ്ങൾ വണ്ടി സൈഡാക്കിട്ട് തന്നെ നോമ്പെല്ലാം തുറന്നു കേട്ടാ. എന്താ എന്റെ പേര്? കണ്ണൂർ കോക്ടെയിൽ വാങ്ങിയായിരുന്ന പാപ്പിശ്ശേരി പഴയങ്ങാടി. ഇതിന്റെ മേലുള്ള സാധനം അണ്ടിപ്പരി പിഴിഞ്ഞ് തിന്നിട്ട് ഒന്നുമില്ല, ആകെ ഒരു ആപ്പിൾ എന്റെ വായിലേക്ക് കിട്ടിക്കണം. ദുഷ്ട. അങ്ങനെ നമ്മൾ കാസർഗോഡ് ടൗണിൽ എത്തിക്കുകയാണ് ഗൈസ്. ടൗണിലെത്തൂല, ടൗൺ ടച്ച് ചെയ്യണം. മേലോട്ടെല്ലാം മുംബൈ, അട്ടപ്പാടി, തലപ്പാടി, ഗൾഫിലൊക്കെ എത്തിയോളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ബന്ദിയോട് എന്ന സ്ഥലത്താണ്. ബന്ദിയോട് ഇനി ഇവിടുത്തെ കുറച്ച് കിലോമീറ്റർ കൂടെ വീട്ടിലേക്ക്. അപ്പം അറിയാതാ ടൂത്ത് ബ്രഷ് വാങ്ങണ്ടിട്ട് പോയിട്ടുണ്ട്. അറിയക്കും എനക്കും നമ്മുടെ ഇന്നും ബ്രഷ് വാങ്ങാൻ പോകുന്ന ആളെന്നല്ലോ. വാങ്ങട്ടെ, ബ്രഷ് വാങ്ങട്ടെ. ബ്രഷ് വാങ്ങിട്ട് വരുന്നുണ്ട്. ഇന്നോ ഇന്നോ വിശക്കുന്നുണ്ടാ? എത്താനായി, ഇപ്പൊ എത്തും നമ്മള്. ഓക്കെ, ഈ പറഞ്ഞല്ലോ സ്പെഷ്യൽ വാങ്ങുന്നത് തോന്നുന്നു. ഈ ആളുണ്ട് ബ്രഷ് വാങ്ങാറുണ്ട്. ഈ സംസാരിക്കാൻ പോയെന്നു ഈ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബ്രഷ് ഒന്നും വാങ്ങിയിട്ട് ഇപ്പൊ ഒന്ന് വരില്ല തോന്നുന്നു. ഇത്ര നേരം തിരക്കായിരുന്നു റിയാക്ക്, ഇവിടുത്തെ ആയെന്ന് പറഞ്ഞു. ഇപ്പൊ അതാ 2 ബ്രഷിന് പോയ ആളാണ്. അവിടെ 4 മണിക്കൂറായിട്ടാണ് ബ്രഷ് വാങ്ങിട്ട് നിൽക്കുന്നത്. 2 അല്ല, ഇന്നും കിടക്കാം 3 ബ്രഷ് വരുന്നുണ്ട്. 32, 31,
ഒരാള് 2 minutes ആവുമെന്ന് പറഞ്ഞോണ്ട് കൗണ്ട് ചെയ്യുന്നില്ലേ? ഇനി കൗണ്ട് ചെയ്യണ്ട, 10 മിനിറ്റ് കൊണ്ട് എത്തും. ഇല്ലമ്മ ഇടങ്ങാൻ ലേറ്റായി, പിന്നെ ബ്ലോക്ക് കുടുങ്ങി, നല്ല ബ്ലോക്ക് കുടുങ്ങി വരുമ്പോ. മുടിയെല്ലാം മുട്ടിട്ട് അവൾ 5 നോമ്പ് കുടിച്ചു. മുത്തെത്ര ദിവസമായി ബോറടിക്കാണ്ട് കുഞ്ഞിക്ക്. ഇതാണ് കേട്ടോ എന്റെ ഉമ്മ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.